ഹലോ. അപ്പോൾ ക്രിസ്തുമസൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ ഇന്ന് എടുത്ത വീഡിയോ അല്ല കേട്ടോ, ക്രിസ്തുമസിന് തലേ ദിവസം എടുത്തതാണ്. അപ്പോൾ ഞാൻ രാവിലത്തെ ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഒരു ദിവസത്തെ. അപ്പോൾ ഞങ്ങൾക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് വെച്ചേക്ക്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നും കൂടിയുള്ള ഡയറ്റ്. അത് കഴിഞ്ഞ് ഇനി 2 ദിവസം ഡയറ്റ് ഉണ്ടാവില്ല, ക്രിസ്തുമസ് അല്ലേ. അപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കസേഴ്സ് ഉണ്ടല്ലോ, കസേഴ്സ് വെള്ളത്തിലിട്ടത് കുതിർത്തി ആദ്യം കുടിക്കും. അതിനുശേഷം ഓട്സ് കഴിക്കും, പിന്നെ ഒരു കോഴിമുട്ട. ഇതാണ് ഞങ്ങൾക്ക് പതിവ്. ചില ദിവസങ്ങളിൽ ഞങ്ങളെ കൂടെ കൊക്കു എണീറ്റിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൊക്കുവിനും കൂടെ ഇരുത്തി അവൾക്ക് വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാവും, അപ്പോൾ അതും കൊടുക്കും. മിക്ക ദിവസവും കൊക്കുവിന് ഉഴുന്നുവട അല്ലെങ്കിൽ ദോശ അതായിരിക്കും കടയിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും അവൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടല്ല, നെയ്യിലോ എണ്ണയിലോ വാട്ടി കൊടുക്കും. ക്രിസ്തുമസിൻ്റെ തലേ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ ജോലി തീർക്കണം. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പോടു കൂടിയാണ് എണീറ്റത്. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം ആയിട്ടില്ല. പക്ഷേ ഡയറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, വർക്കൗട്ടോ കാര്യങ്ങളോ നടക്കലോ ഒന്നും തന്നെ ഇല്ല. അതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഏതായാലും ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്രിസ്മസിന് ഫുഡ് ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യും 2-3 ദിവസം. പിന്നെ അത് കഴിഞ്ഞ് ന്യൂ ഇയറിനും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്തായാലും. ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ വീട്ടിൽ ഫുഡ് കുക്കിംഗ് ചെയ്യാറില്ല, കടയിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത്. ഇവിടെ അച്ഛൻ്റെ വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പാചകം ചെയ്തിട്ട് അവിടെ നിന്നാണ് ഫുഡൊക്കെ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ വീട്ടിൽ കുക്കിങ് സാധാരണ കുറവാണ്. ഇപ്പോൾ അടുത്താണ് ഞാൻ കുക്കിങ് തുടങ്ങിയത്. പിന്നെ ഡയറ്റും കൂടി ആവുകൊണ്ട് ഡയറ്റിങ്ങിൻ്റെ ഫുഡ് എന്നോട് തന്നെ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് സ്ഥിരമായിട്ട് കുക്കിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുക്കു ആണെങ്കിൽ നടക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ മുട്ട കുത്തി നടക്കാൻ തുടങ്ങിക്കണം. അപ്പോൾ അവളെയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അവളെക്കൊണ്ട് വലിയ വാശിയില്ലെങ്കിൽ ഭയങ്കര കുറുമ്പാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും എത്തും പെട്ടെന്ന്. എല്ലാം വാരി വലിച്ചിട്ടുള്ളൊരു പ്രകൃതമാണ് അവളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിയാണ് ഫ്രിഡ്ജിൻ്റെ അവിടെ പോണതും പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വാരി വലിച്ചിട്ടു. കാരണം അവിടെ പഴയ വീട്ടിലാണെങ്കിൽ കിച്ചണിലാണ് അവൾക്ക് ഏറ്റവും ബാത്റൂം സൈഡ്. അതായത് അവിടെ ആണെങ്കിൽ ചെരുപ്പ്, ഈ പേനോയിൽ കാര്യങ്ങൾ, പാത്രം ക്ലീനർ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ കിച്ചണിലാണെങ്കിൽ അതുപോലെ തന്നെ പഴയ ഹോട്ടലിലെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം അടുക്കി വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര പേടിയാണ്. ഗ്യാസ്, ഫ്രിഡ്ജാണെങ്കിൽ അത്. അപ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം അവൾക്ക്. അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചു വാക്കറാണെങ്കിൽ ഓക്കെ വിചാരിച്ചു. പക്ഷെ വാക്കറായിട്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റണ്ടിൻ്റെ ഇടയിൽ അങ്ങനെ സമയം പോയതായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഓരോ ജോലികൾ അങ്ങനെ തീർത്ത് പിന്നെ ഉച്ചക്ക് അജി ഉണ്ടായില്ല എൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചക്ക് അജി ഫുഡിന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങാറുള്ളത്. പിന്നെ അതൊന്നും ചുട്ടെടുക്കാത്തതുള്ളൂ വേണ്ട. പിന്നെ 2 ദിവസം മുൻപ് വാങ്ങിയ ചിക്കൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ചിക്കനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചിക്കൻ വാങ്ങിയാലും ഞങ്ങൾക്കത് കുറച്ച് ദിവസം എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും മാത്രമേ കഴിക്കുക ചിക്കന്, വേറെ ആരും കഴിക്കില്ല. അവിടെ പിന്നെ അവൻ്റെ അമ്മ പപ്പ മാത്രമേ ഉള്ളൂ. അമ്മ തീരെ ഇറച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല, മീൻ മാത്രമേ കഴിക്കൂ. പിന്നെ അവൻ്റെ പപ്പയെ കഴിക്കുക. പപ്പ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല, ഒരു മീഡിയം അങ്ങനെയുള്ള കഴിക്കുക. ചിക്കൻ തീരെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വാങ്ങിയാലും ഇപ്പോഴും ഒരുപാട് വേസ്റ്റായി പോകാറുണ്ട്. വേസ്റ്റായി പോകുന്നില്ല, ഞങ്ങൾ ഫ്രിഡ്ജിലെടുത്തേക്കും, പിന്നെ അതിനെ ചൂടാക്കി എടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, പിന്നെ കുക്കുവിനുള്ള ഫുഡ് ഉണ്ടാക്കി, കുക്കുവിന് ഫുഡും കൊടുത്ത്, പിന്നെ അവളെ കുളിപ്പിക്കലും കഴിഞ്ഞ്
പാലും കൊടുത്ത് ഇറക്കി പിന്നെ നെക്സ്റ്റ് പണികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറയുന്നത് തുണികൾ മടക്കി വെക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ റിസ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി അതാണ്. കാരണം ഡെയിലി നോക്കുമ്പോൾ കട്ടിൽ ഞാൻ എത്ര വൃത്തിയാക്കിയിട്ടാലും പിന്നെ കട്ടിൽ കുറേ ലോഡ് കണക്കിനും തുണികൾ വിരിച്ചിട്ട് കഴുകിയിട്ടിട്ടുണ്ടാവും ഉണങ്ങിയത്. അപ്പോൾ അതിങ്ങനെ കുറേ സമയം അതവിടെ കിടക്കും. പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഞാനത് മടക്കി വെക്കും. ചിലപ്പോൾ 1-2 ദിവസം ഞാൻ മടക്കുക, അപ്പോഴേക്കും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ജോലിയും തെറ്റിയിട്ട് കുക്കുവിനെ ഉറക്കി പറഞ്ഞില്ല. കുക്കുവിനെ ഉറക്കിയതിന് ശേഷം എന്നെ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഹെയർ കളർ. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഹെയർ കളർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അധികം ഫ്രീ ഉള്ള സമയത്തുള്ള എനിക്കത് ചെയ്യാൻ പറ്റുക. കാരണം അത് കുറച്ച് റിസ്ക്കാണ്. കൊക്കുവിനെ അതെടുത്ത് കൊണ്ട് അത് ഹെയർ കളർ ചെയ്തത് കൊണ്ട് പാല് കൊടുക്കാനോ കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ അവളെ കുളിപ്പിച്ച് ഉറക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അവളുടെ അപ്പാപ്പനും അമ്മയും വന്നത്. കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. അവൾക്കില്ല ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഒരു ഫ്രോക്ക്, പിന്നെ വീട്ടിലിടാൻ 2 ട്രൗസർ. അപ്പോൾ അതും വാങ്ങിച്ച് നോക്കി ഞാൻ ഫുഡും കഴിച്ച് അവളെ ഇരുത്തി. ഞാൻ ചപ്പാത്തി തന്നെയല്ല ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ചപ്പാത്തിനെ കൊടുത്ത് അമ്മ അവളെ കൈ കൊടുത്തു. അപ്പോൾ അവളാണെങ്കിൽ വാക്കിൽ കളിക്കുന്നു. അപ്പോൾ അവിടുന്ന് അമ്മ എടുത്ത് താഴെ പായ വിരിച്ചുകൊണ്ട് അതിൽ കളിച്ച് തന്നെ ഇരുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ അവൾ കുറച്ച് സമയം ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കഴിച്ചിങ്ങനെ ആസ്വദിച്ചിങ്ങനെ കഴിക്കാൻ തുടങ്ങി. എനിക്കെന്തോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുഞ്ഞുങ്ങൾ ഈ ഫുഡ് കഴിക്കണ കാണാൻ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുക്കിനെ ഉറക്കിയതിന് ശേഷം ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കി. എത്രത്തോളം സക്സസ് ആവും കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ അതിൻ്റെ കറക്റ്റായിട്ട് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. പിന്നെ അതിനിടയ്ക്ക് കുക്കുവിനൊന്ന് ശ്രദ്ധിക്കാം, അവൾ എണീക്കുന്നുണ്ടോ എന്തോന്നാവോ എന്നുള്ളത്. കാരണം അവൾ എണീറ്റാൽ എല്ലാം പാളിപ്പോവും. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഞാൻ ഫ്രീ ആയാലും എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് എനിക്കത് ചെയ്യണമെങ്കിൽ കുക്കുവിനെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും എൻ്റെ കൂടെ വേണം. അപ്പോൾ അതിനിവിടെ ആളില്ലാത്തതുകൊണ്ട് അജിക്ക് ഫ്രീ ഉള്ള സമയത്തുള്ള എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അജി ഫ്രീ ആവാൻ എപ്പോഴാണെന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ പറയാനും പറ്റില്ല. ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഫുൾ ബിസിയാണ്. അപ്പോൾ അതിലാണെങ്കിൽ 2 തരം ക്രീമുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലൊരു പേപ്പറുണ്ട്. പിന്നെ ഗ്ലൗസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കണ്ടീഷണർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാത്രമൊക്കെ സെറ്റ് ചെയ്ത് ഞാനത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടെടുത്ത് പൊട്ടിച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ എനിക്കൊരു എന്തോ ഭയങ്കര മിസ്റ്റേക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ മാസ്ക് ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഹെയർ കളർ ചെയ്യാതിരിക്കുക നല്ലത്. കാരണം ഇത് സംഭവം സക്സസ് ആവുകയൊക്കെ ചെയ്തു. പക്ഷെ എത്ര കാലം നിൽക്കുന്നില്ല എനിക്കറിയില്ല. ഫസ്റ്റ് എനിക്ക് മിക്സ് ചെയ്തപ്പോൾ അതൊരു ബ്ലീച്ചിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ തോന്നി. പക്ഷേ അതിൻ്റെ സ്മെല്ല് മൂക്കൊക്കെ ഇങ്ങനെ അടിച്ച് കയറുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ തുടങ്ങി. കാരണം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, അലർജി കൂടുമോ, ശ്വാസം മുട്ട് വരുമോ. കാരണം എനിക്ക് അലർജിയുടെ പ്രശ്നം ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആവുമോ എന്നുള്ളത്, എന്തെങ്കിലും പ്രശ്നമായാലും ഞാൻ എന്ത് ചെയ്യും, ആരോട് എന്ത് പറയും, ഇടയ്ക്ക് കേൾക്കുമെന്നൊക്കെ ഉള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഒരു കാരണവശാലും സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ പരീക്ഷണം ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഹെൽപ്പിന് വേണം, ആരെങ്കിലും വേണ്ടി ചെയ്തു തരണം. പിന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിന് ചെയ്യണ മാതിരി ഒരു സിൽവർ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണല്ലോ ഹെയർ കളർ ചെയ്ത് തരിക. അതുപോലെ ചെയ്യണതാണ് ഏറ്റവും നല്ല ബെറ്റർ. അതാകുമ്പോൾ നമ്മളെ സ്കിന്നിലാവുന്നത് അത് നല്ലതല്ല. കാരണം അത്രയ്ക്കും അതിന് ഡോസ് ഉണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല്, എരിച്ചിൽ കാര്യങ്ങൾ അത് എത്രത്തോളം ഉണ്ടെന്ന് വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി തരാൻ ഒരു പക്ഷേ പറ്റൂല. കാരണം അത്രയ്ക്കും അത് എനിക്ക് തോന്നി ഡേഞ്ചറാണ്.
ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ കളർ ചെയ്തത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഹെയർ കളർ ചെയ്യുന്നത്. ഞാൻ 2 തവണ 2-3 തവണ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പാർലറിൽ പോയിട്ട്. അല്ലാതെ സ്വന്തമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അത് ഹെയർ കളർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പകുതി ഒരുവിധം കാൽഭാഗം മുടിയുടെ കാൽഭാഗം അതായത് അടിഭാഗത്തായിട്ട് ഞാൻ ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പകുതി ഇങ്ങനെ കുറച്ച് മുടി എടുത്ത് ഞാനിങ്ങനെ ഹെയർ കളർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നു. എത്രത്തോളം ഈ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന അത്ര തന്നെ പെർഫെക്ഷൻ കിട്ടുമോ എന്തോന്നോ അറിയില്ല. അത്ര പെർഫെക്ഷൻ കിട്ടാൻ എന്തായാലും സാധ്യതയല്ല സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. കാരണം ഒന്നാമത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. നമ്മൾ മുഖത്തോ സ്കിന്നിലോ എവിടെയൊന്നും അത് ആവാൻ പറ്റില്ല. കാരണം അത് ആസിഡ് പോലെയാണെന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് സ്കിന്നിലായാൽ അത് സ്കിന്നിൽ അലർജി പ്രശ്നമുള്ളവർക്ക് അത് പ്രശ്നമാണ്. എനിക്ക് സ്കിന്നിന് അലർജി ഒന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ പകുതി അങ്ങനെ ഹെയർ കളർ ചെയ്ത് പകുതി ആയപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ഇനി കുറച്ചുകൂടി ഉള്ളൊന്ന്. എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ സമയത്ത് കുക്ക് വേണ്ടിയിട്ട് പിന്നെ മൊത്തത്തിൽ മുടി എടുത്തങ്ങാണ്ട് ഒരു വാരിപ്പത്തിലായിരുന്നു ഞാൻ. ആദ്യം കൈയിട്ട് നോക്കി, പക്ഷെ കൈയിട്ട് നോക്കിയപ്പോൾ താഴെ പോയി. അപ്പോൾ എനിക്ക് പേടിയായി. കാരണം കുക്കുവറ്റി അവിടെ പോയി അതിൽ കൈ തൊട്ട് എന്തെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വേഗം ഞാൻ അതിനൊരു പേപ്പർ എടുത്ത് തുടച്ച് ക്ലീനാക്കി പിന്നെ അതിന് ബ്രഷ് ഇട്ട് തന്നെ എന്താക്കിയിട്ട് മുടീനെ ഒരു സൈഡിൽ കെട്ടി വെച്ചുകൊണ്ട് ഗ്ലൗസൊക്കെ അഴിച്ച് മാറ്റി പിന്നെ കൈയൊക്കെ നന്നായിട്ട് 2-3 തവണ ഹാൻഡ് വാഷ് ചെയ്ത് അതുവരെ കുക്കൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നു. അതിന് ശേഷമാണ് ഞാൻ 2-3 തവണ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവളെടുത്തിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട്. കാരണം ആ ഡ്രസ്സ് കൊടുക്കാൻ എനിക്ക് അതിൻ്റെ സ്മെല്ലടിച്ചാലൊന്ന് പേടി. ജനാല തുറന്നിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ അവൾക്ക് പാലെടുത്തത്. അത് നടന്നുകൊണ്ട് പാലെടുത്തത്. കാരണം എനിക്ക് അത്രയ്ക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ചെറിയ കുഞ്ഞല്ല, അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് തന്നെ പറ്റണില്ല. അപ്പോൾ അവൾക്ക് എത്രത്തോളം ഇത് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും അത് ദോഷമായിട്ട് വരുമോ, എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത് കൊണ്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുവിധം കുറച്ച് നേരം പാല് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അവളെ വാക്കറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കി. പിന്നെ അതുകൊണ്ടൊന്നും നിൽക്കില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് വാക്കറിൽ ഇരുത്തിക്കൊണ്ട് അങ്ങനെ കുറച്ചങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ അതിൽ അരമണിക്കൂറാണ് ഹെയർ കളർ ചെയ്തുകൊണ്ട് വെക്കേണ്ട ടൈം കൊടുത്തിട്ടുള്ളത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നല്ല കഴുകിയിട്ട് ആദ്യം സാധാരണ വാഷ് ചെയ്തിട്ട് പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അരമണിക്കൂർ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി വെറുതെ എൻ്റെ മുടിക്കും വേണ്ടിയിട്ട് കുട്ടീനെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് കഴുകി കളഞ്ഞു. അത് കഴുകി കളഞ്ഞപ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം കുക്കുവിൻ്റെ കാര്യത്തിൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് ചെറിയ കാര്യം മതി അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിക്കാൻ. അതുകൂടി ഈ ഒരു പ്രശ്നം ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രായം കുഞ്ഞുള്ള ഒരാളും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ സ്വന്തമായിട്ട് ഹെയർ കളറൊന്നും തോന്നിപ്പോയി എനിക്ക് ആ സമയം. പ്രത്യേകിച്ച് കൂടെ ആളില്ലാത്ത സമയം. ആളുണ്ടായിട്ടും കാര്യമില്ല. അവൾക്ക് എന്നെ വേണ്ട സമയത്ത് അവൾക്ക് ഞാൻ തന്നെ വേണം. കാരണം കുറച്ച് സമയമൊക്കെ ആരുടെങ്കിലും പോകുന്നല്ലാതെ അധിക സമയം അവൾ എൻ്റെ കൂടെ തന്നെ ആയിരിക്കും. അങ്ങനെ തലയും കഴുകി തലയിൽ ഭാരം ഇറക്കി വെച്ച് പിന്നെ നെക്സ്റ്റ് ജോലികൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി കുറച്ച് സമയം ഞാൻ അവൾക്ക് രാത്രിയില്ല കേട്ടോ, ഒരു 6 മണിക്ക് ശേഷം പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമായി. അവൾക്ക് പിന്നെയും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളെ വാക്കറിലെത്തി. വീട്ടിനകത്ത് ഫുഡ് കൊടുത്താൽ അവൾ കഴിക്കില്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടവും നാട്ടിൽ പോയിട്ട് കിട്ടിയ ശീലമാട്ടോ അത് നടന്നുകൊണ്ട് മുറ്റത്ത് കൂടി നടന്നു കൊടുക്കുന്നത്. ഇവിടെ മുറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം വരാന്തി കൂടെ
ഞാൻ അവളെ നടന്ന് കൊടുക്കാറാണ് ചെയ്യാറ്. ഇപ്പോൾ വാക്കറുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ലാഭമായി എന്ന് മാത്രം. ക്രിസ്മസിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് അജി എത്താൻ ലേറ്റായി. 12:30 കഴിഞ്ഞിട്ടാണ് അജി അന്ന് വന്നത്. അപ്പോൾ അതായത് ഇന്നലെ. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ 1 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്. അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.